എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കമന്റ് ബോക്സിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ചോദ്യം വേറെ ഒന്നുമല്ല, ഒരു വാഹനം നിർത്തിയിടുമ്പോൾ ന്യൂട്രൽ ആക്കിയതിനു ശേഷം ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടാൽ പോരെ? പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന പല വിദ്യാർത്ഥികളും ചെയ്യുന്നതാണ്. വാഹനം നിർത്തുമ്പോൾ ന്യൂട്രൽ ആക്കുക, അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക, വാഹനത്തിന്റെ വെളിയിലേക്ക് ഇറങ്ങുക. നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ പാടില്ല. നമ്മൾ നമ്മുടെ ഒരു വാഹനം എപ്പോൾ നിർത്തിയിട്ടാലും കൃത്യമായിട്ടും ഗിയറിലിടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്കും വലിച്ചിടുക. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാകുവാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ വാഹനത്തിന് ഹാൻഡ് ബ്രേക്ക് ഇല്ലെന്ന് കരുതുക. നമ്മുടെ ഒരു വാഹനം ഒരു ഇറക്കത്ത് അല്ലെങ്കിൽ ഒരു കയറ്റത്ത് നമുക്ക് പാർക്ക് ചെയ്ത് ഇട്ടിട്ട് പോകണം. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ന്യൂട്രൽ ഇട്ടതിന് ശേഷം ഇറങ്ങി പോകുവാനായിട്ട് സാധിക്കുമോ? കാരണം ഹാൻഡ് ബ്രേക്ക് ഇല്ല. കൃത്യമായിട്ടും വാഹനം ഉരുണ്ടുപോകും. ന്യൂട്രൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ വാഹനത്തിന് ഒരു തരത്തിലുള്ള പിടുത്തവുമില്ല, ഗിയറുമായിട്ട് പിടുത്തമില്ല, എഞ്ചിനുമായിട്ടും പിടുത്തമില്ല. വാഹനം വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അതൊരു കയറ്റത്താണെങ്കിൽ വാഹനം എന്താണ് സംഭവിക്കുന്നത്? വാഹനം പുറകോട്ട് ഉരുണ്ടുപോകും. ഒരു ഇറക്കത്താണെങ്കിൽ വാഹനം മുന്നോട്ട് ഉരുണ്ടുപോകും. കാരണം വാഹനത്തിന് ഗിയർ ന്യൂട്രലാണ്. നമുക്ക് വാഹനത്തിന് ഹാൻഡ് ബ്രേക്കും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വാഹനം കൃത്യമായിട്ട് ഉരുണ്ടുപോകും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? കൃത്യമായിട്ടും ഗിയറിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ നമ്മുടെ ഒരു വാഹനം എപ്പോൾ നിർത്തിയിട്ടാലും കൃത്യമായിട്ടും ഗിയറിന്റെ സഹായം തേടണമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഹാൻഡ് ബ്രേക്കും കൂടെ ഉണ്ടെങ്കിൽ വാഹനം വളരെ സേഫ് ആയിട്ട് നിർത്തുവാനായിട്ട് സാധിക്കും. പഴയ കാലങ്ങളിലുള്ള പല വാഹനങ്ങളിലും ഹാൻഡ് ബ്രേക്ക് സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. ഉദാഹരണത്തിന് മഹേന്ദ്രയുടെ ഒക്കെ പഴയ ജീപ്പ് 1990 മോഡലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ അതിന് പുറകോട്ടുള്ള വാഹനങ്ങളിൽ ഹാൻഡ് ബ്രേക്ക് സംവിധാനങ്ങളില്ലാത്ത വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾ നിർത്തുമ്പോൾ, ഒരു കയറ്റത്ത് നിർത്തിയിടുമ്പോൾ സാധാരണ ചെയ്യുന്നത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ പുറകിലെ ടയറിന്റെ പുറകിലായിട്ട് ഒരു കല്ലെടുത്തു പോകുക. കാരണം വാഹനം പുറകോട്ട് ഉരുണ്ടു പോകാതിരിക്കുവാനായിട്ട് കല്ലും കൂടെ വെക്കുക, ഗിയർ ഇടുക. ഇതാണ് ചെയ്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ള എല്ലാ വാഹനങ്ങളിലും തന്നെ ഹാൻഡ് ബ്രേക്ക് സംവിധാനങ്ങൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഒരു വാഹനം ഒരു കയറ്റത്തോ ഇറക്കത്തോ നിരപ്പത്തോ ആയിക്കോട്ടെ, കിടക്കുമ്പോൾ കൃത്യമായിട്ടും ഗിയർ കൊടുക്കുക, അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ശരിയായിട്ടുള്ള ഒരു രീതി. ഇനി നമ്മുടെ ഒരു വാഹനം നിരപ്പത്താണ് ഇടുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറോ റിവേഴ്സ് ഗിയറോ ഇടാം. അതോടൊപ്പം തന്നെ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടാം. ഇറക്കത്താണ് നമ്മുടെ വാഹനം കിടക്കുന്നതെങ്കിൽ കൃത്യമായിട്ടും റിവേഴ്സ് ഗിയർ ഇട്ട് കൊടുക്കുക. കാരണം വാഹനം മുന്നോട്ട് ഉരുണ്ടു പോകുവാനുള്ള ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിന് പുറകോട്ടുള്ള ഒരു പിടുത്തത്തിലാണ് വാഹനം കിടക്കുന്നത്. അതായത് ബാക്കിലേക്കുള്ള ഒരു ഗിയറിന്റെ പിടുത്തത്തിലാണ് വാഹനം കിടക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിടുമ്പോൾ വാഹനം വളരെ സേഫ് ആയിട്ട് നമുക്ക് ഇറക്കത്ത് നിർത്തിയിടുവാനായിട്ട് സാധിക്കും. ഇനി ഒരു വാഹനം കയറ്റത്താണ് കിടക്കുന്നതെങ്കിലോ വാഹനത്തിന് പുറകോട്ട് ഉരുണ്ടു പോകുവാനുള്ള ഒരു അവസ്ഥയിലാണ് വാഹനം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാഹനത്തിന് മുന്നോട്ട് പോകുവാനുള്ള ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കണം. അതായത് ഏറ്റവും വലിയ ഗിയറായ ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് ഇടുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ ഫിഫ്ത്ത് ഗിയറിലോ വാഹനം ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് വാഹനം നിർത്തുവാൻ പാടില്ല. ആ ഗിയറിൽ വാഹനം നിൽക്കണമെന്നില്ല. ഏറ്റവും സേഫ് ഫസ്റ്റ് ഗിയറും അതുപോലെ തന്നെ റിവേഴ്സ് ഗിയറുമാണ്. കയറ്റത്താണെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയർ കൊടുക്കണം. ഇറക്കത്താണെങ്കിൽ റിവേഴ്സ് ഗിയർ കൊടുക്കുക. ഒരു നിരപ്പത്താണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയറോ റിവേഴ്സ് ഗിയറോ കൊടുക്കാം. മറ്റൊരു ഗിയറും ഇടുവാൻ പാടില്ല. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇതോടൊപ്പം ഹാൻഡ് ബ്രേക്കും വലിച്ചിടുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ കമന്റ് ചോദിച്ച അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പുതിയതായിട്ട് വാഹനം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോൾ ഒരു വാഹനം നിർത്തിയിട്ടാലും കൃത്യമായിട്ടും ഗിയറിലിടുക. അതിനുശേഷം ഹാൻഡ് ബ്രേക്ക് വലിച്ച് വാഹനം നിർത്തുവാനായിട്ട് പാടുള്ളൂ. ഹാൻഡ് ബ്രേക്കിനൊക്കെ എപ്പോൾ വേണേലും കേടുപാടുകൾ സംഭവിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വാഹനം നിർത്തിയിടുമ്പോൾ ഒരു ഗിയറിൽ ഇടുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. എന്റെ ഫേസ്ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഫേസ്ബുക്കിലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.